DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് ഇന്നു മുതൽ തുടർച്ചയായ 3 ദിവസങ്ങളിൽ MLA ഹാജരാവുക. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവരെ 3 ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നതിനാൽ ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. അനീസ് അലിയുണ്ട് വിവരങ്ങൾ നൽകാനായി. അനീസ് അലി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ND അപ്പച്ചനും KK ഗോപിനാഥനും ഒക്കെ 3 ദിവസത്തെ തുടർച്ചയായ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരിക്കുന്നു. ഒരുപക്ഷെ IC ബാലകൃഷ്ണനെയും കാത്തിരിക്കുന്നത് ഇത് തന്നെയായിരിക്കും. പക്ഷേ മുൻകൂർ ജാമ്യം എന്നുള്ള ഒരു നിയമപരിരക്ഷയുള്ളത് കൊണ്ട് തന്നെ മറ്റ് ഭയപ്പാടൊന്നും ഇപ്പോൾ കോൺഗ്രസിനുണ്ടാവാനുള്ള സാധ്യതയില്ല. എപ്പോഴാണ് ചോദ്യം ചെയ്യൽ തുടങ്ങുക? ഇന്ന് സുൽത്താൻ ബത്തേരി DYSP അബ്ദുൽ ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ ചോദ്യം ചെയ്യലിന് ഹാജരാവുക. 10 മണി മുതൽ അദ്ദേഹം ഓഫീസിലെത്തും എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഏതായാലും തുടർച്ചയായ 3 ദിവസങ്ങളിൽ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോടതി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സന്ദർഭത്തിൽ IC ബാലകൃഷ്ണൻ MLA ആയതുകൊണ്ട് നിയമസഭ നടക്കുന്നതുകൊണ്ടും അദ്ദേഹത്തിന് പ്രത്യേക ഇളവ് അനുവദിച്ചിരുന്നു. അതുകൊണ്ടാണ് IC ബാലകൃഷ്ണനെ നേരത്തെ ND അപ്പച്ചനും ഗോപിനാഥനും ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന സന്ദർഭത്തിൽ ഹാജരാവാതിരുന്നത്. അദ്ദേഹത്തിന്റെ സൗകര്യപ്രദമായ ഒരു സമയം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ചോദ്യം ചെയ്യലെന്ന് കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന IC ബാലകൃഷ്ണൻ 3 ദിവസത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ അദ്ദേഹത്തിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സാധ്യത. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ തന്നെയും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളതിനാൽ കസ്റ്റഡിയോ മറ്റോ ഉണ്ടാവില്ല, അദ്ദേഹത്തിന് പുറത്തിറങ്ങാനാകും. ഏതായാലും NM വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതേസമയം ഇത് രാഷ്ട്രീയ പ്രേരിത നടപടിയാണ് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കോടതിയിൽ അഭിഭാഷകർ വാദിച്ചിരുന്നത് NM വിജയന്റെ കത്താണ് എന്ന് സ്ഥിരീകരിക്കാത്ത ഒരു കത്ത് മാത്രമല്ല, ഇപ്പോൾ പോലീസ് തന്നെയും 2 കത്തുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് കുടുംബത്തിന് എഴുതിയത്, അതാണ് ആത്മഹത്യാ കുറിപ്പ് എന്നതും മറ്റ് ഇപ്പോൾ ഇവരുടെ പേര് പരാമർശിച്ചിട്ടുള്ള കത്ത് നേരത്തെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ടിട്ടുള്ള ഈ 3 നേതാക്കളുടെയും അറസ്റ്റ് നടപടികൾ രേഖപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. ശരി, അനീസ് അലിയാണ് വിവരങ്ങൾ നൽകിയത്.